കൃഷ്ണ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോകുന്നു. അതിന് വേണ്ട സാധനങ്ങൾ: 2 ടേബിൾ സ്പൂൺ മട്ടയരി, 3 ടേബിൾ സ്പൂൺ കടല, 2 ടീസ്പൂൺ ഉഴുന്ന്, 3 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, ഒരു 10 ചരടമുളക് എരിയില്ലാത്ത, ഒരു 6-7 പാണ്ടിമുളക്, അതും എരിയില്ല, ഒരു 4-5 കഷ്ണം കായം, ഒരു 10 ഗ്രാം ഉണ്ട്. ഞാനിവിടെ അതിൻ്റെ കൂടെ പ്രധാനമായിട്ടും 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി കീറിയത് എടുത്തിട്ടുണ്ട്. നമുക്കത് മുരിക്കൊന്നും വേണ്ട, ഇതിൻ്റെയൊക്കെ കൂടിയിട്ടങ്ങ് മൂപ്പിച്ചാൽ മതി. ഒരു 4 തണ്ട് കറിവേപ്പില, ഒരു 3-4-5 കുരുമുളക് കൂടെ നമുക്ക് ചേർക്കാം. മതി, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. രണ്ട് ടീസ്പൂൺ നമുക്ക് ഉലുവയും കൂടെ, മുഴുത്ത ഉലുവയും കൂടി ഇടാം. അപ്പം നമുക്കിതൊന്ന് പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് സ്റ്റവിൽ. അത് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് വറുത്ത് കൊടുക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്ന സാമ്പാർ പൊടിയെല്ലാം തീർന്ന്. അപ്പം നമുക്ക് ഇന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കരിവേപ്പില ഇവിടെ മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ കറിവേപ്പില ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് മുളകിട്ട് കൊടുക്കാം. മുളകൊന്ന് പിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മുളക് ഇവിടെ ചൂടാകുമ്പോൾ മുളക് നന്നായിട്ട് തീർത്ത് വരും, പൊങ്ങി പോരും. അതാണ് അതിൻ്റെ പരുവം. മുളകിലേക്ക് വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാമ്പാറിന് പൊടിച്ചാൽ വെളുത്തുള്ളി ഇട്ടാണ് പൊടിക്കുന്നത്. അധികം ഒരുപാടൊന്നും വേണ്ട. ഒരു 4-5 അല്ലി പൊളിച്ച് നന്നായിട്ട് ചെറിയ പീസായിട്ട് കീറിയിട്ടാൽ മതിയാവും. നമ്മുടെ മുളക് ഇവിടെ മൂത്തിട്ടുണ്ട്. നമ്മളത് വേറൊരു പാനിലേക്ക് മാറ്റാം. നമുക്ക് കായം ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ കൂടെ ആ കുരുമുളകും ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ സാമ്പാർ പൊടിക്ക് കുരുമുളക് അധികം ചേർക്കുന്നില്ല. ഒരു 10 കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ. സാമ്പാർ നമ്മൾ പൊടിച്ച് തയ്യാറാക്കി വെച്ചാലും നമ്മുടെ വീട്ടിലിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, കായം നമ്മൾ ഇച്ചിരി കൂടെ അതിന് ചേർക്കും കറി തയ്യാറാക്കുന്ന സമയത്ത്. മഞ്ഞൾപ്പൊടി, നമ്മുടെ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഇപ്പോൾ ഇടത്തില്ല. ഇതെല്ലാം വറുത്ത് പൊടിക്കാൻ തയ്യാറാകും. അപ്പോൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യാനുസരണം ഈ പൊടിയുടെ കൂടെ കുറച്ചെടുത്ത് ഉപയോഗിക്കും. എരി, പുളി, ഉപ്പും എല്ലാം ഒന്നുപോലെ കിട്ടാൻ വേണ്ടി. ചിലർക്ക് സാമ്പാറിന് എരിയൊന്നും വേണ്ട, ചിലർക്ക് എരി വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതിയാവും. നമ്മുടെ കായ ഇവിടെ
മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് മാറ്റാം. നമ്മൾ കടലപ്പരിപ്പിട്ട സാമ്പാർ വെക്കുന്ന സമയത്ത് വെളുത്തുള്ളി കടുക് താളിക്കുമ്പോൾ ഇട്ടാലും നന്നായിരിക്കും. സാമ്പാർ പൊടിക്കുന്നതിന് കടലപ്പരിപ്പ് മാത്രമേ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ. സാമ്പാർ പരിപ്പും ഇടാവുന്നതാണ്. ഞാനതിവിടെ തുമരപ്പരിപ്പ് ഇടുന്നില്ല, കടലപ്പരിപ്പ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കടലപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിവിടെ മല്ലിയും ജീരകവും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം. മല്ലിയാണ്, അപ്പോൾ അധികം ഒരുപാടങ്ങ് മൂത്ത് വരണ്ട. നമ്മുടെ മല്ലിയും ഇട്ടിട്ടുണ്ട്. നമുക്ക് മല്ലിയും ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലോട്ട് എടുത്ത് വെച്ച ഉഴുന്നുപരിപ്പ്. സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ജാറ് നന്നായിട്ട് ഉണങ്ങിയതാണ്. അതിനകത്തോട്ട് ആദ്യം മുളക് വാരിയിട്ട് കൊടുക്കാം. മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കായം ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മുളക് പൊടി കുറച്ച് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വറുത്ത സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊടിച്ചെടുക്കാനേ ഉള്ളൂ. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒന്നിച്ച് പൊടിച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ പൊടി നന്നായിട്ട് പൊടിഞ്ഞു നോക്കാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തണുത്തിട്ട് ഒരു കുപ്പി കണ്ടെയ്നറിനകത്തിട്ട് വെച്ച് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട, നമുക്ക് പുറത്ത് വെച്ചാൽ മതിയാകും. സാമ്പാർ പൊടി തണുക്കാൻ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് ഒരു 3 മാസം 4, 5, 6 മാസം വരെയും ഒരു കേട് കൂടാതെ ഇരിക്കും. നന്നായിട്ട് കഴുകി ഉണക്കി വേണം സാമ്പാറിന് വറുത്ത്. നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കത് തണുത്തിട്ട് നല്ലൊരു ചില്ല് പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് അറിയാൻ വയ്യാത്തവരെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ. നമ്മൾ സാമ്പാർ പൊടി തണുത്തിട്ടുണ്ട്. നമ്മളത് ഒരു ചില്ല് കണ്ടെയ്നറിനകത്ത് കോരുകയാണ്. നമ്മുടെ സാമ്പാർ പൊടി തയ്യാറായി.